Meet the editors. 24 ഭാഗങ്ങളിൽ മാറ്റം വരുത്തി എമ്പുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുകയാണ്. സിനിമയുടെ ഉള്ളടക്കത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും ഇന്ന് രംഗത്തെത്തി. എമ്പുരാൻ തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന ചിത്രമാണെന്ന് RSS മുഖപത്രമായ ഓർഗനൈസറിൽ ഇന്നും ലേഖനം വന്നു. ഇതിനിടെ ചിത്രത്തിന്റെ പ്രദർശനം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഇനി വരും സിനിമാ തിരക്കഥകൾക്കുള്ള മുന്നറിയിപ്പോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ 2 മിനിറ്റ് 8 സെക്കൻഡാണ് വെട്ടിമാറ്റിയത്. 24 കട്ടുകളാണുള്ളത്. അതിൽ പല കട്ടുകളിൽ 7 കട്ടുകൾ സിനിമയിലെ വില്ലന്റെ പേരുകൾ മ്യൂട്ട് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. 4ഓളം കട്ടുകൾ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇതൊരു മുന്നറിയിപ്പാണോ? ഇതൊരു ചെറിയ മുന്നറിയിപ്പൊന്നുമല്ല കേട്ടോ, ഇത് അതിശക്തമായ മുന്നറിയിപ്പാണ്. ഇത് ഈ എമ്പുരാന് സംഭവിച്ച ഈ 24 വെട്ടുണ്ടല്ലോ, അത് കേരളത്തിനേറ്റ 24 വെട്ടാണ് എന്ന നിലപാടുകാരനാണ്, അഭിപ്രായക്കാരനാണ് ഞാൻ പറയട്ടെ. ഇന്നിപ്പോൾ ഈ നോക്കൂ, ഈ വെട്ടിയ ഭാഗങ്ങൾ എന്താണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ NIAയുടെ നെയിം പ്ലേറ്റ് എടുത്ത് മാറ്റുന്നു, NIA എന്ന പേരുച്ചരിക്കുന്നിടത്ത് മ്യൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന വില്ലൻ്റെ പേര് ബജ്രംഗിയിൽ നിന്ന് ബൽരാജ് എന്നാക്കുന്നു, അതേപോലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ മാറ്റുന്നു, മതചിഹ്നങ്ങൾ എല്ലാം എടുത്ത് കളയുന്നു. ഈ നിലയ്ക്ക് വളരെ കൃത്യമായ വെട്ടാണ് നടന്നിരിക്കുന്നത്. ഈ വെട്ടെല്ലാം സ്വമേധയാ എമ്പുരാൻ ടീം നടത്തിയതാണ് എന്ന് വിചാരിക്കാൻ തക്ക വിഡ്ഢിത്തമുള്ള ഒരാളല്ല ഞാൻ. ഇത് വളരെ ക്ലിയർലി ഇൻസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരോ അണിയറയിൽ നിന്ന് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1, 2, 3, 4 എന്നിങ്ങനെ 24 വെട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. അത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ സ്വമേധയാ നടത്തിയ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. ആരാണ് ആ നിർദ്ദേശം കൊടുത്തത് എന്നത് പ്രത്യക്ഷമല്ല. പക്ഷേ അണിയറയിൽ നിന്ന് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സിനിമയെ അക്ഷരാർത്ഥത്തിൽ കത്തിവെച്ച് നശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ചെറിയ മുന്നറിയിപ്പായി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ ഗാന്ധിജിയുടെ കൊച്ചുമകൻ്റെ മകൻ ഈ തുഷാർ ഗാന്ധി ഇവിടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ വന്നൊരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിന് ശേഷം ഒരു ചെറിയ ആൾക്കൂട്ടം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയുണ്ടായി. എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത്? സംഘപരിവാർ ഇന്ത്യയുടെ ആത്മാവിൽ പിന്നെ വിഷം കലർത്തിയ പ്രസ്ഥാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ തുഷാർ ഗാന്ധിയെ ഒരു ചെറിയ ആൾക്കൂട്ടം വളഞ്ഞു വെക്കുകയും മാപ്പ് പറയണമെന്ന് പറയുകയും പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മൾ അന്ന് അത് ചർച്ചയ്ക്കെടുത്തിരുന്നല്ലോ. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇതൊരു ചെറിയ ആൾക്കൂട്ടമാണ് എങ്കിൽ കൂടിയും അതൊരു ചെറിയ സൂചനയായിരുന്നില്ല, അത് വരാനിരിക്കുന്ന വലിയൊരു വിപത്തിൻ്റെ സൂചനയാണ് എന്ന് തന്നെയാണ് നമ്മൾ അന്ന് വിലയിരുത്തിയത്. ആ വലിയ വിപത്താണ് കേരളത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് ആലോചിക്കണമല്ലോ. ഒരു അധികാര കേന്ദ്രവും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്, ശരിയാണ്. ഏത് അധികാര കേന്ദ്രമാണ് ആരോട് എന്ത് നിർദ്ദേശം പറഞ്ഞു തെളിയിക്കാൻ കഴിയില്ല, ഒന്നും പ്രത്യക്ഷമല്ല. പക്ഷേ പ്രശ്നം എന്താ? ആൾക്കൂട്ടമാണ് ഇതിന് പിന്നിൽ നിന്ന് എന്നുള്ളതാണ്. എപ്പോഴും ഫാസിസം പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. ആൾക്കൂട്ട ഭീതി സൃഷ്ടിക്കുന്നു. ആ ആൾക്കൂട്ട ഭീതി സൃഷ്ടിച്ചാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏതൊക്കെ സിനിമകൾക്കെതിരെ എന്തെല്ലാം നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്, പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തകൻ ഏതെങ്കിലും ഒരു സിനിമ റീഎഡിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? 24 വെട്ടുകയാണ്. 24 വെട്ടുന്നതിന് കാരണമായി പറയുന്നത് എന്താണ്? ഒരു വിഭാഗത്തെ അത് വേദനിപ്പിച്ചു എന്നാണ്. ആ വിഭാഗം ആരാണ്? ആ വിഭാഗം ഒരാൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം കേവലം ഒരാൾക്കൂട്ടമല്ല, ആ ആൾക്കൂട്ടത്തിൻ്റെ പിറകിലെ ഒരു വലിയ അധികാര ശക്തിയുണ്ട്. അതാണ് പ്രശ്നം. വലിയൊരു അധികാര ശക്തി പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ആൾക്കൂട്ടത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ആൾക്കൂട്ടം പ്രതിഷേധവുമായി വരുന്നു. ആ ഭീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കലാപ്രവർത്തകന് അല്ലെങ്കിൽ ഒരു കൂട്ടം കലാപ്രവർത്തകർക്ക് അവരുടെ കലാസൃഷ്ടിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു എന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് അനുഗുണമാണോ എന്ന് ആലോചിക്കണം. ആൾക്കൂട്ട ഭീതി എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധികാര ശക്തിയെ നമ്മൾ ഭയക്കേണ്ടി വരുന്നു. കാരണം എന്താണെന്നറിയോ? ആ അധികാര ശക്തി ഏതറ്റം വരെയും പോകും, നിങ്ങളെ എങ്ങനെയും പീഡിപ്പിക്കും. ഇതാണ് പ്രശ്നം. അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലെ എത്ര പ്രതിപക്ഷ നേതാക്കളെ ഏതൊക്കെ കേസുകളിൽ കുടുക്കി. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക്, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയല്ല, 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ ശക്തിയുള്ള, ഒരു ധാർമ്മിക പ്രശ്നവുമില്ലാത്ത, ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു അധികാര ശക്തി പിന്നിലുണ്ട് എങ്കിൽ ആ അധികാര ശക്തിയുടെ മുന്നണി പോരാളികളായിട്ട് വരുന്ന ആൾക്കൂട്ടങ്ങളെ ആളുകൾ ഭയക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊട്ടും തന്നെ അഭികാമ്യമായ സാഹചര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കേരളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ ഇങ്ങനൊരു ചരിത്രമില്ലെന്നേ. എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അത് വെട്ടിക്കണ്ടം തുണ്ടമാക്കിയിട്ട് വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ഓർമ്മയിലില്ല. ഇനിയിപ്പോൾ എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അഥവാ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അതൊട്ടും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ മതത്തിനെതിരായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ
ടൈമിൽ അത് ഏത് കലാസൃഷ്ടിയാണെങ്കിലും അത് കഥയായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, നോവലായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, ഞാൻ അതിനെ എതിർക്കണം. ഏതൊരു കലാസൃഷ്ടിക്കും അകത്ത് അതിൻ്റെതായ ഒരു രാഷ്ട്രീയം ഉണ്ടാകും. ആ രാഷ്ട്രീയത്തോട് ഞാൻ യോജിക്കണമെന്നില്ല, നിങ്ങൾ യോജിക്കണമെന്നില്ല, നമുക്ക് വിയോജിക്കാമെന്നേ. അങ്ങനെ ആരോഗ്യപരമായി വിയോജിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യാം. അങ്ങനെ എത്രത്തോളം ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ടെന്നേ. 1980 ഭഗവാൻ കാലുമാറുന്നു എന്നൊരു നാടകം KPSC ഇറക്കിയായിരുന്നു. ആ നാടകം കേരളത്തിൽ സുഖമായി കളിക്കാൻ ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ, അതായത് ഹിന്ദുത്വവാദികളായിട്ട് അന്ന് നിലയെടുത്തിട്ടുള്ള ആളുകൾ അനുവദിച്ചിരുന്നില്ല. പക്ഷേ കേരളം ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ നാടകം കളിച്ചില്ലേ. കടിയാവൂരൻ രാമേന്ദ്രൻ എഴുതിയ നാടകമാണ് ഭഗവാൻ കാലുമാറുന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നാടകമായിരുന്നു. നിർമാല്യം പോലും സിനിമയുണ്ടായ ഭാഷയല്ലേ ഇത് നമ്മുടേത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളെ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്, ഒറ്റക്കെട്ടായി നിന്ന് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഇപ്പോൾ കീഴടങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. എങ്ങനെ കീഴടങ്ങേണ്ടി വരുന്നു? ഒരാൾക്കൂട്ടം രംഗത്തിറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ആ ആൾക്കൂട്ടത്തിന് പിന്നിൽ അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അതിശക്തമായ ഒരു അധികാരിയോ ഒരു അധികാര ശക്തിയോ ഉണ്ടായിരിക്കുന്നു. അതൊരു ചെറിയ ഭീഷണിയായിട്ട് നമ്മൾ കാണണ്ട. അതുകൊണ്ട് ഇത് കേരളത്തിനേറ്റ 24 വെട്ടുകളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ മുന്നറിയിപ്പല്ല, ഇതൊരു വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള വലിയൊരു ഭീഷണിയെക്കുറിച്ചുള്ള സൂചനയാണ് എന്ന് മാത്രമല്ല, തുടർച്ചയായിട്ടല്ലേ ഓർഗനൈസർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം എഴുതിയല്ലോ ഇത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണെന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് RSS എന്ന് പറഞ്ഞാൽ എന്താണെന്നേ, സംഘപരിവാർ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം RSS ആണ്. ആ RSSന്റെ മുഖപത്രമാണ് നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്കെതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് മാറുമെന്ന്. എന്തായിരുന്നു ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്? കൃത്യമായി ക്രിസ്ത്യൻ സമുദായത്തോട് ഓർഗനൈസർ എന്താണ് ആഹ്വാനം നടത്തിയത്? നോക്കൂ ക്രിസ്ത്യാനികളെ, നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ വിശ്വാസത്തെയും ഈ സിനിമ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കരുത്, നിങ്ങളുടെ ശാന്തത ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് എഴുതിയത്. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? സീറോ മലബാർ സഭ പത്രക്കുറിപ്പിറക്കി. സീറോ മലബാർ സഭ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ വികാരത്തെയും വ്രണപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മെമ്മറിയിൽ അങ്ങ് പോകും. എമ്പുരാൻ റോൾ വഹിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട് RSSും സംഘപരിവാറും ആരംഭിക്കാൻ പോകുന്ന വലിയൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണെന്നേ ഇത്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ പുതിയൊരു ലേഖനം വന്നിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആരാണ് തീവ്രവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? അത് ഏത് വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്നു. ഒരു മതത്തിന് മാത്രമായിട്ട് ലോകത്ത് എവിടെയും തീവ്രവാദം ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെയൊന്നും ആരും പറഞ്ഞു മുന്നേറുകയും വേണ്ട. ഒരു മതവിഭാഗം മാത്രമായിട്ട് ലോകത്തിൽ തീവ്രവാദം ഉണ്ടായിട്ടില്ല. ഒരു സിനിമ ഇങ്ങനെയാണെങ്കിൽ കേരള സ്റ്റോറി എന്താ? സിനിമ കാശ്മീർ ഫയൽസ് എന്താ? അങ്ങനെയാണ് കാശ്മീർ ഫയൽസ് എന്താണ് കാണിച്ചത്? കേരള സ്റ്റോറി എന്താ കാണിച്ചത്? അങ്ങനെ പല വിഷയങ്ങളിൽ പല വിഭാഗങ്ങൾ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രം, ലോകത്തിന്റെ ചരിത്രം എടുത്തു. ക്രിസ്ത്യൻ തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? ഇസ്ലാമിക തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? ഹിന്ദു തീവ്രവാദം ഉണ്ടായിട്ടില്ലേ? എല്ലാ മതവിഭാഗങ്ങളിലും തീവ്രവാദ വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ര വലിയ ഹോളോകോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ വീക്ഷണങ്ങൾ, ഓരോ കലാസൃഷ്ടികളും മുന്നോട്ട് വയ്ക്കും. ആ വീക്ഷണങ്ങളെ നിങ്ങൾ ജനാധിപത്യപരമായി ഉൾക്കൊള്ളാൻ പഠിക്കണം. അല്ലാതെ അതിനെ അധികാരം ഉപയോഗിച്ച് അമർച്ചുകയല്ല വേണ്ടത്. ഇവിടെ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിനെ അംഗീകരിച്ചിട്ടില്ല. ജെയ്ഷെ മുഹമ്മദിനെ അംഗീകരിക്കാത്തത് പോലെ തന്നെയാണ് ബജ്റംഗ് അംഗീകരിക്കാത്തത്. ഈ പറയുന്ന നിങ്ങളൊരു കാര്യം ആലോചിക്കണം. എനിക്ക് തോന്നുന്നു 1999 ഒരു പാതിരിയെയും 2 മക്കളെയും നിർത്തി കത്തിച്ചിട്ടുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസ് എന്നാ പേര് ആ പാതിരിയുടെ. ആ പാതിരി അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓരോ ബജ്റംഗ് ദൾ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ബജ്റംഗ് ദളിന്റെ നേതാവിനെ പിടിച്ച് ജയിലിൽ വന്നു. വാജ്പേയി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ബജ്റംഗ് ദളിന്റെ നേതാവിനെ പിടിച്ച് അകത്തിരേണ്ടി വന്നത്. അപ്പൊ ഏത് തീവ്രവാദത്തെയും നമ്മൾ എതിർക്കുന്നു. പക്ഷേ നിങ്ങളൊരു കലാസൃഷ്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ എതിർക്കുന്നത് അതിനെ വെട്ടി തുണ്ടമാക്കിക്കൊണ്ടാകരുത്, മറിച്ച് ആരോഗ്യപരമായ ചർച്ച നടത്തിക്കൊണ്ടാകണം. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ CPM-കാരനായ ഒരാൾക്ക് അധികാരമുണ്ട്, കോൺഗ്രസ് ആകാൻ ഒരാൾക്ക് അധികാരമുണ്ട്, എന്നതുപോലെ തന്നെ BJP ആകാൻ ഒരാൾക്ക് അവകാശമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളുടെ പാർട്ടി വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കണം. അതിന് ജനാധിപത്യം പുലരണം. അതിന് പകരം ഭീഷണിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ഭീകരതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഏത് നീക്കത്തെയും തകർക്കണം. പണ്ട് എന്താ പറയുക, ഒരു ഹിറ്റ്ലറിന്റെ കാലത്ത് ഒരു കവിതയുണ്ടല്ലോ, അവസാനം വാതിൽ മുട്ടിയപ്പോൾ ഞാൻ മാത്രമായിരുന്നു, അല്ലെ? നീൽ മുള്ളറിന്റെ കവിതയുണ്ട്. എന്താണ്? ഈ തൊഴിലാളികളെ കൊന്നു, അപ്പോൾ ഞാൻ തൊഴിലാളിയല്ല, എനിക്കൊരു കുഴപ്പമില്ല. അവർ ജൂതന്മാരെ കൊന്നു, അപ്പോൾ ഞാൻ ജൂതനല്ല, എനിക്കൊരു കുഴപ്പമില്ല. അവസാനം അവർ എന്നെ തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഹിറ്റ്ലറിന്റെ ഫാസിസ്റ്റ് കാലത്ത് ഒരു കവിതയുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇതിനെ അങ്ങോട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, നാളെ ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ അവകാശമില്ലാത്തൊരു ജനതയായിട്ട്
നമ്മൾ മാറും. അങ്ങനെ മാറാൻ കേരളം നിന്നു കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 24 വെട്ടുണ്ടല്ലോ, എമ്പുരാനിൽ സംഭവിച്ച 24 വെട്ട്, ഓരോ മലയാളികളും ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് കേരളത്തിനേറ്റ 24 വെട്ടാണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മൾ വിധേയപ്പെടുന്നൊരു സമൂഹമാകരുത്, നട്ടല്ലുയർത്തി നിൽക്കുന്ന ഒരു സമൂഹമായിരിക്കണം. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിവർന്നു നിൽക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അഞ്ജു, ഒരുപക്ഷെ മലയാള സിനിമയിൽ നമ്മൾ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്രയുമധികം റീഎഡിറ്റിംഗ് നടത്തിയൊരു ചരിത്രമില്ല. ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഒരു സിനിമയിലെ കൊമേഴ്സ്യൽ ലാഭത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അതിൻ്റെ ക്ലൈമാക്സുകൾ മാറ്റിയിട്ടുണ്ടാവാം. പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ആദ്യത്തെ സമ്പൂർണ്ണ എഡിറ്റാണ് നമ്മൾ കണ്ടത്. 24 എഡിറ്റാണ്. അതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ നോക്കൂ, ഈ ബാബാ ബജ്രംഗി എന്ന് പറയുന്ന ആളുടെ പേര് ബൽരാജ് എന്ന പേരാക്കി മാറ്റുന്നു. ഉള്ള സ്ഥലത്ത് ഇത് മ്യൂട്ട് ചെയ്യുന്നു. NIAയുടെ ബോർഡ് എടുത്ത് മാറ്റുന്നു. 666 എന്ന നമ്പർ മാറ്റുന്നു. അതേപോലെ ഈ സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, അതിൻ്റെ പ്രതീകാത്മക ദൃശ്യങ്ങൾ മാറ്റുന്നു. അപ്പോൾ ആ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ചില സൂചനകളാണ് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നത്. ഓർഗനൈസർ 4ാമത്തെ ദിവസവും തുടർച്ചയായിട്ട് ലേഖനം എഴുതുന്നു. ഇതൊരു മുന്നറിയിപ്പാണോ ഇനി വരും സിനിമകൾക്കും കൃതികൾക്കും? സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ എടുത്തു വരുന്ന നിലപാട് എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അവർ BJP എന്ന രാഷ്ട്രീയ പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസിക ഓർഗനൈസർ കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിലെ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നു. ആ സിനിമയെക്കുറിച്ച് പറയുന്ന കാര്യം വളരെ ചെറുതായിട്ട് കാണേണ്ട കാര്യമേ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് സിനിമയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവിടെ പറയുന്നത്. അവിടെ ഓർഗനൈസർ എന്താണ് പറയുന്നത്? അവിടെ ഓർഗനൈസർ രാഷ്ട്രീയം പറയുന്നു, അവിടെ ഓർഗനൈസർ മതങ്ങളെ പറയുന്നു, അവിടെ ഓർഗനൈസർ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുള്ള നിലയ്ക്കാണ്. സിനിമയെ ഉദ്ദേശിച്ചിട്ട് മാത്രം പറയുകയായിരുന്നെങ്കിൽ അതിലുള്ള ഭാഗങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഈ ഭാഗം ഇന്ന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും, അല്ലെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രശ്നത്തിന് വേണ്ടി ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ക്രിസ്ത്യൻ സമുദായത്തോട് പറയുകയാണ്, നിങ്ങളുടെ മതത്തെ ചോദ്യം ചെയ്തു. ഓർഗനൈസറിന് എന്താ റോള്? ക്രിസ്ത്യൻ മതത്തിൻ്റെ അവരുടെ മതത്തിൽ എന്ത് സംഭവിച്ചാലും അവർക്ക് എന്താ റോള്? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവരെ സംബന്ധിച്ചോളം അത് പറയാൻ വേണ്ടി ഇവിടെ ക്രിസ്ത്യൻ സമൂഹം ഉണ്ടല്ലോ. അതിനെ ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഓർഗനൈസറായി മാറി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അടുത്ത കാലത്തായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നാളെ നമ്മുടെ ഇത് വരികയാണല്ലോ, ബില്ല് വരികയാണല്ലോ, വഖഫ് ബില്ല്. എന്താണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത്? വഖഫ് ബില്ല് എന്ന് പറയുന്നത് കൃത്യമായി കേരളത്തെ സംബന്ധിച്ചോളം ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും ഗുണം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ഏറ്റവും ഗുണം ചെയ്യുമെന്ന് അവർ പറയുന്ന ഒരു ബില്ലാണ് നാളെ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസരം അവരുടെ മുന്നിലില്ല എന്നുള്ളതാണ്. ആ അവസരം അവർ കറക്റ്റായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തേണ്ട കാലമാണ് ഇതെന്ന് അവർക്കറിയാം. അവരെല്ലാ രീതിയിലും അവർ നോക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് ഏറ്റവും ഗുണം ചെയ്ത ഒരു സിനിമയായി ഇത് മാറി എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നില്ല ഇത് വലിയ രീതിയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ട് വലിയ രീതിയിൽ ഗുണം ചെയ്തൊരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ വലിയ രീതിയിൽ കലാമൂല്യമുള്ള സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൽ പൃഥ്വിരാജിൻ്റെ വലിയ രീതിയിലുള്ള ഡയറക്ഷനൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ആ മുരളി ഗോപിൻ്റെ വലിയ രീതിയിലുള്ള കഥയും ഞാൻ അതിനകത്ത് കണ്ടില്ല. പക്ഷേ ആ കഥയെ വിജയിപ്പിച്ചത് RSSഉം ഈ പറഞ്ഞ പോലെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇന്ന് 250 കോടി രൂപ പിന്നിട്ട് നിൽക്കുകയാണ് സിനിമ. 250 കോടി രൂപ എന്ന് പറഞ്ഞാൽ അരുൺ എത്രയാണെന്നറിയോ? 750 തിയേറ്ററിലാണ് കേരളത്തിൽ ഓടുന്നത്. 750 തിയേറ്ററിൽ 6 ഷോ ആയിട്ടാണ് ഓടുന്നത്. ഒരു ദിവസം 6 ഷോ എന്ന് പറഞ്ഞാൽ 18 മണിക്കൂർ ഷോ ഓടുകയാണ്. ഒരു ഷോ പോലും ആളില്ലാതെ പോകുന്നില്ല. 18 ഷോ രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും സിനിമ ഓടുകയാണ്. അപ്പം ആ സമയങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പം 250 കോടി രൂപേനെ നിങ്ങൾ ഒരു 200 രൂപ വെച്ച് ഗുണിക്കുക. ഒരു സീറ്റിന് 200 രൂപയാണല്ലോ വരിക. അപ്പോൾ ഏകദേശം എത്ര? 1,25,00,000 ആൾക്കാർ ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. ഏകദേശം മലയാളിയുടെ ജനസംഖ്യയിൽ 1/3 ഭാഗം ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. 1/3 ഭാഗം സിനിമ കണ്ടു എന്ന് കഴിഞ്ഞാൽ 3/1 300-ലധികം മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം. എന്താ സിനിമ എന്നിപ്പോൾ കാണാത്തവർക്ക് വരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ള രീതിയിൽ എന്താണെന്ന് കണ്ടവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി മാറി എന്നുള്ളതാണ്. അപ്പം എന്താണ് ഗുജറാത്ത് കലാപമെന്നും എന്താണ് അതിന് ശേഷം നടന്നതെന്നും എന്താണ് ഈ സിനിമയിൽ എന്നുള്ളത് എന്നും ഒക്കെ എന്ത് സംഭവിച്ചു ഇപ്പം മലയാളികൾ അറിഞ്ഞു എന്നുള്ളതാണ്. എന്താണോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ എന്താണോ ഈ പറഞ്ഞ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചത്, അത് കറക്റ്റായി ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതിനേക്കാളും വലിയ കാര്യം എന്ന് പറഞ്ഞത് ഈ സിനിമ പൊളിറ്റിക്കലി കേരളത്തിൽ പൊളിറ്റിക്സ് പറയാത്ത സിനിമകൾ വളരെ കുറവല്ലേ. എത്ര സിനിമകൾ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. പല ഇലക്ഷൻ തുടങ്ങുന്നതിന് മുൻപും സിനിമ വെച്ച് ലോഞ്ച് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ അല്ലേ. സിനിമ 2026 ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ അത് കണക്കാക്കി സിനിമ എടുക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണല്ലോ. ഇന്ത്യയിൽ എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലടക്കം പല സ്റ്റേറ്റുകളും ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപ് അവരുടെ നേതാക്കളെ വരുന്ന രീതിയിൽ അവരുടെ മുഖ്യമന്ത്രി വരുന്ന രീതിയിൽ ഒരു സിനിമ ഇറക്കും. ആ സിനിമ എന്ന് പറയുന്നത് കറക്റ്റ് പൊളിറ്റിക്കൽ മെസ്സേജ് ഞങ്ങളെ എത്തിക്കുന്ന മാർഗ്ഗമായിട്ടാണ് സിനിമകളെ കാണുന്നത്. അത് തന്നെ പല സ്ഥലങ്ങളും. അപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ പറയുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്നതും തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നതും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നതും എല്ലാം പറയുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, അത് ആദ്യം മനസ്സിലാക്കിയത് ഇതൊരു വലിയ പാർട്ടിക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു വലിയ മാർഗ്ഗമാണെന്ന് കണ്ടെത്തിയ ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് RSS BJP ആണ്. അവർക്ക് എന്ത് മനസ്സിലാക്കി, ഇത് ചർച്ചയാക്കാം. ഇത് ചർച്ചയാക്കിയാൽ വലിയ രീതിയിലുള്ള മാറ്റം. നമ്മൾ സുരേഷ് ഗോപിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ പ്രസ്ഥാനങ്ങളും സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞില്ല. വലിയ രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ. അതിനകത്ത് എന്താണ്, അത് അവസാനം വന്നപ്പോൾ അത് വിജയം എവിടെ എത്തി, സുരേഷ് ഗോപിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സുരേഷ് ഗോപിൻ്റെ മേന്മയോടൊപ്പം ഈ പറഞ്ഞ വിമർശനങ്ങളും അവർക്കത് ഗുണമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം എന്താണ്, ഇപ്പം റീച്ച് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് റീച്ച് എത്തിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, പോസിറ്റീവ് ആക്കാൻ പറ്റും. ഈ റീച്ച് ഇല്ലാതിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം RSSൻ്റെയും BJPൻ്റെയും പ്രശ്നം ജനങ്ങളിലേക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ മുന്നിൽ മൈക്ക് എത്തുന്നില്ല, അവരുടെ മുന്നിൽ ക്യാമറകൾ എത്തുന്നില്ല, അവരുടെ മുന്നിൽ ചോദ്യങ്ങൾ എത്തുന്നില്ല. അവർ ചോദിച്ചാലല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കറക്റ്റായിട്ട് ഓർഗനൈസറിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ കറക്റ്റായിട്ട് RSSനെ കുറിച്ച് പറയുന്നു, കറക്റ്റായിട്ട് BJPയെ കുറിച്ച് പറയുന്നു. BJPൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ മൈക്കെത്തുന്നു, ഈ പറഞ്ഞ മുൻ അധ്യക്ഷൻ സുരേന്ദ്രൻ മുന്നിൽ മൈക്കെത്തുന്നു, സുരേഷ് ഗോപിയുടെ മുന്നിൽ മൈക്കെത്തുന്നു, BJPയുടെ നേതാക്കന്മാരുടെ മുന്നിൽ മൈക്കെത്തുന്നു, RSSൻ്റെ നേതാക്കന്മാരുടെ മുന്നിലെത്തുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ക്രിസ്ത്യൻ വിഭാഗത്തെയും ഹിന്ദു വിഭാഗത്തെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള സംസാരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അവർ റീച്ച് കൂട്ടുക എന്ന് പറയുക. ആ റീച്ച് കൂട്ടാനുള്ള ഒരു മാധ്യമമായി ഈ എമ്പുരാൻ സിനിമയെ മാറ്റിയെടുത്തു എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം 200, 500, 1000 കോടിയോ കളക്ട് ചെയ്താലും പ്രശ്നമില്ല. 1000 കോടി കളക്ട് ചെയ്താലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതെന്താണ്, അത് അതിൻ്റെ പ്രൊഡ്യൂസർക്കും അത് ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗ്രൂപ്പിനും കിട്ടും എന്നുള്ളതിനേക്കാൾ അപ്പുറം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 1000 കോടി കളക്ട് ചെയ്തോ, 500 കോടി കളക്ട് ചെയ്തോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ സിനിമ കാണണം, കണ്ടാലേ ഇവരിലേക്ക് ഈ റീച്ച് എത്തുള്ളൂ. ആ റീച്ച് എത്തിയാൽ മാത്രം ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നു RSS പറഞ്ഞതെന്നും എന്താണ് BJP പറഞ്ഞതെന്നും എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. ആ ചിന്തിക്കാനുള്ള ഒരു മാധ്യമമായി ഈ പറയുന്ന സിനിമയെ മാറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ ഇനിയും ഉണ്ടാവും. ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് സിനിമകൾ ഇനി എന്താണ്, ഇതൊരു പാഠമാക്കിയവർ ഇതിങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്ന് ശീലിച്ചു. ഇനി വരുന്ന നിങ്ങൾ RSSുമായി ബന്ധപ്പെട്ടവർക്ക് പിന്നെ സിനിമ ഇറങ്ങാൻ പറ്റില്ല. ഇനി ഇറങ്ങിയാൽ ചോദ്യം ചെയ്യും. BJPയെ ബന്ധപ്പെട്ട ഒരു സിനിമ ഇറങ്ങാൻ പറ്റില്ല, ചോദ്യം ചെയ്യും. ഈ പറയുന്ന മുൻ നടന്ന ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട സിനിമ ഇറങ്ങാൻ പറ്റില്ല. സിനിമ ഇറക്കണമെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിക്കും, ഇത് ഇത്രയും വലിയ ഒരു തലവേദന എടുത്ത് തലയിൽ വെക്കണോ, ഇറക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഈ സിനിമേനെ വലിയ പിന്നെ പൊളിറ്റിക്കലി എന്താ പറയുക, ഫിനാൻഷ്യലി പിന്നെ ലാഭകരമായി എന്ന് വിചാരിച്ചാൽ അടുത്ത സിനിമ ലാഭകരമായിക്കോണമെന്നില്ലല്ലോ. അടുത്ത സിനിമയ്ക്ക് നിങ്ങൾക്ക് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒന്നും പ്രമുഖ നടനായി കിട്ടില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത്? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പൃഥ്വിരാജ് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രധാന നടൻ എന്ന് പറയുന്നത് മോഹൻലാൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനേക്കാളും തൊട്ട് മുൻപ് ഇതുമായി ഒരു ബന്ധമില്ലാത്ത വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അത് വലിയ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജനങ്ങൾ ആ ലെവലിൽ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ലൂസിഫറിനേക്കാളും നല്ലൊരു സിനിമ, എമ്പുരാൻ എന്ന് പറയുന്നത് വരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് പറഞ്ഞ ഒരു വലിയ ഫാൻ ബേസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ഉണ്ടാക്കി വെച്ച ഫാൻ ബേസിലേക്കാണ് ഈ സിനിമ വന്നിറങ്ങുന്നത്. അതിനെ ഹൈപ്പ് ചെയ്യാൻ, അത് ഇവരുടെ ഭാഗമാക്കി മാറ്റാൻ അവർ നടത്തിയ ശ്രമം അവർ വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് മലയാളികൾ മനസ്സിലാക്കിയാൽ മലയാളികൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ ഇനി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സിനിമയ്ക്കേറ്റ 24 വെട്ടുകൾ മുന്നറിയിപ്പാണോ ഇനി വരും തിരക്കഥകൾക്കെന്നാണ് ചോദ്യം. സുജയ, മുന്നറിയിപ്പാണോ? ഇത് കുറച്ച് ദിവസമായി RSS, BJP, കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തുന്നു, സമ്മർദ്ദത്തിലാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അണിയറ പ്രവർത്തകരിൽ നിന്ന് ഇപ്പോൾ മോഹൻലാൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ വിഷമത്തിൽ എന്നാണ്, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നതാണ് മോഹൻലാൽ ഉപയോഗിക്കുന്നത്. ഇന്ന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ആന്റണി പെരുമ്പാവൂരിൻ്റെ സൗണ്ട് ബൈറ്റിൽ ഉപചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം തത്സമയം ഇവിടെ വാർത്ത വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട്
റിപ്പോർട്ടർ അലി അക്ബർ ഷാ അടക്കം എല്ലാവരും ഉപചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഉപചോദ്യങ്ങളിൽ ഒരിടത്ത് പോലും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി പൃഥ്വിരാജിനോ ആന്റണി പെരുമ്പാവൂരിനോ അങ്ങനെ വ്യക്തിപരമായോ അല്ലെങ്കിൽ ആ ഒരു ടീമിന് ആ സച്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാഗങ്ങൾ നീക്കാനായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ഒരിടത്ത് പോലും ഒരു ചോദ്യത്തിന് പോലും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ ഏതെങ്കിലും ബോഡീസ് രേഖാമൂലമോ അല്ലാതെയോ ആവശ്യപ്പെട്ടതായി ഒരിടത്തു നിന്നും, അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ഫാസിസം വന്നേ എന്ന് അലറി വിളിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഫാസിസം വന്ന് ഈ സിനിമയെ അങ്ങ് ഇല്ലാതാക്കി എന്ന് സ്ഥാപിക്കാനാണ് ബഹുമാനപ്പെട്ട ഉണ്ണിസാർ അടക്കം ഇപ്പോൾ ശ്രമിച്ചത്. ഈ വെട്ടെന്ന് പറയുന്നത് കേരളത്തിനേറ്റ വെട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വെട്ടിയത് കേന്ദ്രവും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJPയും NDAയുമാണ് എന്ന് ഭംഗിനിറയേണ പറഞ്ഞു വെക്കുകയും ചെയ്തു. ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുകയാണ്. എവിടെയാണ് BJP സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലോ ഏതെങ്കിലും നേതാക്കൾ ഈ സിനിമയിൽ ഇത്ര വെട്ടുകൾ വരുത്തണം, ഈ സിനിമ എഡിറ്റ് ചെയ്യണം, ഈ സിനിമയിലെ ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കണം എന്ന് എവിടെയെങ്കിലും ആവശ്യപ്പെട്ടോ? ഒരു സൗണ്ട് ബൈറ്റിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതികരണത്തിൽ പോലും ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് പോലും അങ്ങനെ ഒരു നിർദ്ദേശം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട്, അതായത് ആദ്യം തന്നെ ഇവർ ഈ ആദ്യ ദിവസം നമ്മളിത് ചർച്ചയ്ക്ക് എടുത്തിട്ട്, ഇപ്പോൾ ഉണ്ണിസാർ പറഞ്ഞു ഓർഗനൈസർ 4-ാം ദിവസവും ലേഖനം എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഓർഗനൈസറിന് നമ്മളെക്കുറിച്ചും പറയാം, 4-ാം ദിവസവും ഇരുന്ന് മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുകയാണല്ലോ എന്ന്. തുടർച്ചയായി എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതും ഒരു പബ്ലിക്കേഷനാണ്. അതായത് ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു പബ്ലിക്കേഷനാണ്. ആ പബ്ലിക്കേഷനിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ തുടർച്ചയായി ലേഖനങ്ങൾ വരും. എമ്പുരാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹോട്ട് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ പല വശങ്ങൾ അവരെടുത്ത് അതേക്കുറിച്ച് എഴുതും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് ഓർഗനൈസർ ഇങ്ങനെ പറയാൻ പാടില്ല, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള സഭയടക്കം അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രതികരണം എടുക്കുമ്പോൾ സഭയുടെ വക്താവ് തന്നെ വന്നിട്ട് പറയുന്നത് എന്താണ്? ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. എമ്പുരാനെതിരെ അല്ലെങ്കിൽ എമ്പുരാനിലെ ഉള്ളടക്കത്തിനെതിരെ അത് ആരെങ്കിലും പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ? സഭയെ കൊണ്ട് നിലപാടെടുപ്പിക്കുന്നത് BJPയും RSSും ഒക്കെയാണോ? അങ്ങനെയൊന്നുമല്ല. കൃത്യമായി KCBC ആയാലും CBC ആയാലും ഒക്കെ അവരവരുടെ നിലപാടുകൾ കൃത്യമായി എടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ സൈറ്റാനിക് ആയിട്ടുള്ള സിംബൽസ് ഉണ്ട് എന്നത് ദൈവവിശ്വാസിയായിട്ടുള്ള ഏതൊരു ക്രൈസ്തവനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ആർക്കും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിംബൽസ് എല്ലാം അതിലുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളിലുണ്ട്. ആ സിനിമയിൽ ആകെ തുകയായി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പറയുന്നത് പോലെ സത്യക്രിസ്ത്യാനി നോക്കിക്കഴിയുമ്പോൾ അത് കാണും എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കി കണ്ടു. അതുകൊണ്ടാണ് സഭയുടെ വക്താവ് അത് പറഞ്ഞത്. ക്രൈസ്റ്റിന്റെ സിംബൽ എന്താണ്, ആന്റി ക്രൈസ്റ്റിന്റെ സിംബൽ എന്താണ്, കുരിശ് തിരിച്ചും മറിച്ചും വെച്ച് കഴിഞ്ഞാൽ രണ്ടുമായി. അപ്പോൾ അത് ഈ സിനിമയിൽ തന്നെ കാണിക്കുന്നുമുണ്ട്. കുരിശ് വന്ന് മറിഞ്ഞു വീഴുന്നത്, പള്ളി തകരുമ്പോൾ മറിഞ്ഞു വീഴുന്നത് അടക്കമായ സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സഭ അത് പറഞ്ഞത്. അവിടെയും സഭയെ കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുപ്പിക്കുന്നതിലേക്ക് ഓർഗനൈസറിന്റെ ലേഖനം പോയി. ഓർഗനൈസറിന്റെ ലേഖനവും നാട്ടിൽ നടക്കുന്ന ചർച്ചകളുമൊക്കെ, അതുപോലെ തന്നെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഉള്ളടക്കവും ഒക്കെ സഭയും ചർച്ച ചെയ്യും. സഭയും സമുദായവും ഒക്കെ ഈ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാതെ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ അഭിപ്രായം വന്നിരിക്കുന്നത്. ഇവിടെ 24 മാറ്റങ്ങളിൽ ഏതെങ്കിലും ഒരു മാറ്റം കൃത്യമായി ഇൻസ്ട്രക്ട് ചെയ്തിട്ട് മാറ്റിയതാണ് എന്ന് അണിയറ പ്രവർത്തകരിൽ ഒരാൾ പോലും പറയാതിരിക്കുമ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു ഭീഷണിയാണ്, ഇതിങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുന്ന ആളുകൾ ഇനി ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം, അത് കേരളത്തിനേറ്റ വെട്ടാണ് എന്നൊക്കെ ഉണ്ണിസാറിന് എങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ആ സിനിമയ്ക്കകത്ത് കാര്യങ്ങൾ വെട്ടുന്നത് എനിക്ക് മനസ്സിലാവും. നന്ദി എന്ന് എഴുതി കാണിച്ചതിനകത്ത് സുരേഷ് ഗോപിയുടെ പേരെന്തിനാ വെട്ടുന്നത്? അല്ല, സുരേഷ് ഗോപിയുടെ നന്ദി എന്നുള്ള പേര് സുരേഷ് ഗോപി അതുപോലെ തന്നെ മറ്റൊരു IRS ഓഫീസറുടെയും അത് കൂട്ടിച്ചേർക്കുന്നതിൽ ചോദിക്കട്ടെ, ഞാനൊരു സിനിമ എടുക്കുമ്പോൾ ഉണ്ണിസാറിന്റെ പേര് വെക്കണോ വേണ്ടയോ? എനിക്ക് കടപ്പാടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും സിനിമ എടുക്കുമ്പോൾ വെക്കും. കാരണം എനിക്ക് അങ്ങയോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായും വെക്കും. പക്ഷേ ഞാൻ അതിനു മുൻപ് ഒരു കാര്യം ചെയ്യും. ഉണ്ണിസാറെ ഞാൻ പേര് വെച്ചോട്ടെ എന്ന് ചോദിക്കും. ആ പേര് വെച്ചോട്ടെ എന്ന് ചോദിച്ചതിന് ശേഷമാണ് വെക്കുന്നത്. അല്ല, നന്ദി പ്രകടിപ്പിക്കുന്നതിന് മുൻപ് അനുവാദം വാങ്ങി തന്നെയാണ് നന്ദി പ്രകടിപ്പിക്കാറുള്ളത്. അതായത് ഞാൻ താങ്ക്ഫുൾ ആണ് എന്നുള്ളത് എനിക്കറിയാം. അത് എൻ്റെ സിനിമയിൽ അതൊരു ലിഖിതമായി പ്രദർശിപ്പിക്കുന്നതിൽ താങ്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് അറിയപ്പെടാൻ താങ്കൾക്ക് ആഗ്രഹമില്ല. ഞാൻ സുജയെ സഹായിച്ചു എന്നുള്ളത് ആരും അറിയണ്ട. ഞാൻ പുസ്തകം എഴുതിയപ്പോൾ എൻ്റെ പുസ്തകം സമർപ്പിച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ അവരുടെ അനുവാദം വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ള അല്ല, ഞാൻ ചെയ്തിട്ടില്ല, അനുവാദം വാങ്ങിച്ചിട്ടില്ല. എനിക്ക് പ്രിയപ്പെട്ട ചില ആളുകളുടെ പേരിലാണ് ഞാൻ ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഒരു പുസ്തകം സമർപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള ആളുകളെ സ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നതൊന്നും അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടല്ല. കോട്ടെ, ഞാൻ പറയുന്നത് സിനിമ നിങ്ങൾ
വെട്ടി. അതിനു മുമ്പുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെയും ഒരു കേന്ദ്ര ഓഫീസറിന്റെയും ആ രണ്ടുപേരുടെയും പേര് വെട്ടി. അസോസിയേഷൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇന്ന് സുരേഷ് ഗോപി ആ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ വന്ന സൗണ്ട് ബൈറ്റ്, ANIക്ക് കൊടുത്ത സൗണ്ട് ബൈറ്റ് അങ്ങ് കണ്ടു കാണുമല്ലോ. സുരേഷ് ഗോപി പറഞ്ഞത് ഇതൊരു ബിസിനസ് ആണ്, ഈ വിവാദം തന്നെ ബിസിനസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമയെ കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ ടേക്ക് എന്താണ്? ആ സിനിമയുമായി ബിസിനസ് അല്ലാതെ ആരാണ് ഈ വിവാദം? പ്രശ്നം ആരാണ് ഉണ്ടാക്കിയത്? സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു, ഖേദമുണ്ടായി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേദനിച്ചു, അതുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇത് എഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് സിനിമയുടെ എല്ലാമായ മലയാളിയുടെ സ്വന്തം ലാലേട്ടൻ വന്നൊരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് സംവിധായകൻ പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നു, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരടക്കം മറ്റുള്ളവരും അത് ഷെയർ ചെയ്യുന്നു. മുരളി ഗോപി ഷെയർ ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുന്നു. എന്നാൽ മുരളി ഗോപിക്കും ഇത് സമ്മതമാണെന്ന് ആന്റണി പെരുമ്പാവൂരടക്കം വന്ന് പറയുന്നു. ഇന്ന് ആന്റണി പെരുമ്പാവൂരിന്റെ സൗണ്ട് ബൈറ്റ് നമ്മളെല്ലാവരും കണ്ടതല്ലേ, സമൂഹത്തിന് മുന്നിൽ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെയും RSSും BJPയും സമ്മർദ്ദം ചെലുത്തി. ആന്റണി പെരുമ്പാവൂർ കേരളത്തിലല്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നല്ല കരുത്തുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ എന്തിനാണ് പേടിക്കുന്നത്? പൃഥ്വിരാജ് എന്തിനാണ് പേടിക്കുന്നത്? മോഹൻലാൽ എന്തിനാണ് പേടിക്കുന്നത്? അത് അവര് ഉത്തരം പറയണം. അവർക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ പേടിയുണ്ടെന്ന് പറയണം. നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? സമ്മർദ്ദത്തിലാണോ? ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. നമ്മളൊരു സമൂഹത്തിലാണ്, ആ സമൂഹത്തിൽ നിന്ന് വരുന്ന ഓരോ ആളുടെയും ഓരോ വ്യക്തിയുടെയും എതിരഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങളാണ് പ്രതികരിച്ചത്, അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് BJPയും RSSും അങ്ങ് പ്രതികരിക്കുകയല്ല ചെയ്തത്. വ്യക്തിപരമായി തന്നെയാണ് എല്ലാവരും പ്രതിഷേധം അറിയിച്ചത്. BJPയുടെ പേരിലോ RSSന്റെ പേരിലോ ഒരു പ്രതിഷേധവും നടന്നില്ല. വേണമെങ്കിൽ പോയി തിയേറ്റർ കത്തിക്കാമല്ലോ, അങ്ങനെയൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നത് കണ്ടിട്ടില്ലേ? തിയേറ്റർ കത്തിക്കാം, അതുപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താം, കട്ടൗട്ടുകളൊക്കെ കീറിയെറിയാം, ഒന്നും നടന്നില്ല. ഒരു തരത്തിലുള്ള അക്രമ സമൂഹം ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കേരളത്തിൽ പലരും അങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ RSSും BJPയും ഒന്നും അതിന് മുതിർന്നുമില്ല. അവരാരും ഇങ്ങനെ ഒരു വിഷയം ഏറ്റെടുക്കുകയും ചെയ്തില്ല. മാത്രമല്ല ഇന്ന് പറയട്ടെ താങ്കൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കോടതിയിലേക്ക് ഹർജിയുമായി പോയി എന്ന് വാർത്ത വന്ന്, ഫ്ലാഷ് വന്ന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ആക്ഷൻ എടുത്തു. ഹർജി കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി. പറയട്ടെ, രഘുനാഥ് വ്യക്തിപരം BJPയുടെ ആൾ എന്ന രീതിയിലല്ല, അയാൾ വ്യക്തിപരമായിട്ടാണ് പ്രതികരിച്ചത്. വ്യക്തിപരമായി പ്രതികരിക്കാമല്ലോ. ഇന്ന് കോടതിയിലേക്ക് അല്ല ഞാൻ അത് സിനിമയെ കുറിച്ചുള്ള എതിരഭിപ്രായമാണ്. ഇത് സിനിമയുടെ പ്രദർശനം തടയണമെന്ന് അല്ലല്ല, തോക്കിൽ കയറി വെടിവെക്കാതെ യുവമോർച്ച വിലക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയട്ടെ, തോക്കിൽ കയറി ഇല്ലില്ല, അത് താങ്കളുടെയാണ്. പൊട്ടാത്തതും ചീറ്റി പോകുന്നതും ഒക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ എന്തായാലും പൂർത്തിയാക്കിക്കോട്ടെ, പൊട്ടുന്നുണ്ടോ എന്നുള്ളത് ജനം വിലയിരുത്തുമല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത് സിനിമ നിരോധിക്കണം അല്ലെങ്കിൽ സിനിമയുടെ പ്രദർശനം തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയിൽ വന്നത്. ആ ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോയതിനാണ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാരണം പാർട്ടിയുടെ നിലപാടല്ല, പാർട്ടി അതിനെ പിന്തുണ കൊടുക്കില്ല. പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നുകൊണ്ട് BJPക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്കെതിരെ ഹർജി കൊടുക്കില്ല. അതാണ് തീരുമാനം. അതുകൊണ്ടാണ് തീരുമാനം. അല്ല, BJPക്ക് അങ്ങനെ ഹർജിയുമായി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ല. ഹർജിയുമായി പറയട്ടെ, അത് നടത്തി കൊടുത്തതാരാ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? എന്തെങ്കിലും രേഖാമൂലം തെളിവുണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് കൊതിക്കറവ് പറഞ്ഞാലും ആന്റണി പെരുമ്പാവൂരിന് പോലും ഒരു പേടിയുമില്ല, സമ്മർദ്ദവുമില്ല. വീണ്ടും മാധ്യമങ്ങൾ ഇരുന്ന് ഇങ്ങനെ വിലയിരുത്തുകയാണ്, ഭീഷണിപ്പെടുത്തി, മുന്നറിയിപ്പാണ്. പേനയെടുക്കുമ്പോൾ അതെനിക്കറിയില്ല, പ്രിയപ്പെട്ടവരായിരിക്കില്ല. മെഗാ തിരുവാതിര കളിച്ചതോ അല്ലെങ്കിൽ മെഗാ തിരുവാതിരയിൽ അവതരിപ്പിച്ച പാർട്ടിയോ മോഹൻലാലിന് പ്രിയപ്പെട്ടതായിരിക്കില്ല. അതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. മോഹൻലാലിന് പ്രിയപ്പെട്ടത് എന്താണോ അത് വേദനിപ്പിക്കാതെ കട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കം അത്രേ ഉള്ളൂ. പറയട്ടെ, താങ്കൾക്ക് ക്ലിയർ ആയി. മോഹൻലാൽ എന്തായാലും ഈ 10-60 വയസ്സ് വരെ ഒരു അപകടം ഇല്ലാതെ ജീവിച്ചല്ലോ. അതിനേക്കാൾ നല്ല രീതി തന്നെ ഇനി മോഹൻലാലിന് താല്പര്യമുള്ള ആളുകള് ആ വിഷമത്തെയാണ് അഡ്രസ് ചെയ്തത്. മോഹൻലാലിന് താല്പര്യമില്ലാത്ത ആളുകളുടെ നല്ല ക്ലാരിറ്റിയാണ്. മോഹൻലാലിനും എമ്പുരാൻ ടീമിനും താല്പര്യമുള്ളവരുടെ വിഷമം പരിഗണിച്ചു. തിരുവാതിര ടീമിന്റെ വിഷമം ആന്റണി പെരുമ്പാവൂരിനും ടീമിനും താല്പര്യമില്ല. ദാറ്റ്സ് എ ഫാക്ട്. കേരളത്തിൽ പലർക്കും തിരുവാതിര ടീമിനോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. അത് അടുത്ത ഫാക്ട്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മനസ്സിലാകുമെന്നുള്ളതും അടുത്ത ഫാക്ട്. ഇനി ഞാൻ തുടർന്നോട്ടെ. അപ്പോൾ ഈ ഓഫീസ് ബെയറേഴ്സ് ആരും എഡിറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ഓർഗനൈസറിലെ ലേഖനത്തെ തുടർച്ചയായുള്ള ലേഖനം അത് ഇനിയും തുടർന്നു വരും. അടുത്ത ദിവസം അടുത്ത ലേഖനവും വന്നു വരും. ആ ലേഖനം എഴുതുന്ന ആളുകളോട്, ആളുകൾ അവർ ഭാരത് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസറിന്റെ ഓരോ പേജിലും പുതിയ പുതിയ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ റിപ്പോർട്ടറിന്റെ ഡിജിറ്റൽ ഹെഡ് ആണല്ലോ അങ്ങ്, പുതിയ പുതിയ ഒപ്പീനിയൻ പീസസ്, അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ്, അത് പരമാവധി 50, 100, 150 ആക്കി അത് എണ്ണം ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കണം എന്ന് അങ്ങ് ഒരു മാർക്ക്
മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് കൂടിയായ ഡിജിറ്റൽ ഹെഡ് എന്ന നിലയിൽ ആവശ്യപ്പെടില്ലേ? അതുപോലെ തന്നെയാണ് ഓർഗനൈസറും അങ്ങനെ നിയന്ത്രിക്കുന്ന ഓർഗനൈസർ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയല്ല. ഞാൻ ഓർഗനൈസറിന്റെ ഓഫീസിൽ പോയിട്ടുള്ള ആളാണ്. ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലപാടുകൾ, RSSന്റെ രാഷ്ട്രീയ നിലപാടുകളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ ഓർഗനൈസറിലാണ് ഈ പറയുന്ന RSSന്റെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത് മുതലുള്ള ആളുകൾ അവരുടെ ആശയങ്ങൾ വ്യക്തതയോടുകൂടി എഴുതുന്നത്. അപ്പൊ RSSന്റെ ഒരു നിലപാട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഓർഗനൈസർ പോയി നോക്കിയാൽ മതി. അതുകൊണ്ട് അവരവിടെ നമ്മൾ ഈ പറയുന്ന നമുക്ക് തമാശക്ക് പല ആളുകളുടെ ഒപ്പീനിയൻ ഒന്നും എടുത്താൽ കൊടുക്കുന്ന പരിപാടിയല്ല. അല്ലല്ല, ഞാനതിനെ ഗൗരവത്തോടെ കാണുന്നത്. ഓർഗനൈസർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ആ ഓർഗനൈസറിൽ വരുന്ന ഏതൊരു ആർട്ടിക്കിളും RSSന്റെ നിലപാടുമായി പൊരുത്തപ്പെടാത്ത ഒരു ആർട്ടിക്കിളും വരത്തില്ല. ഉറപ്പായിട്ടും ഓർഗനൈസർ ദിവസവും വായിക്കുന്നത് നല്ലതാണ്, ഗൗരവത്തോടെയുള്ള വിഷയങ്ങളാണ്. താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ സ്ഥിരമായി അതിൽ പല ആർട്ടിക്കിൾസ് വരും. ഇന്നും പല വിഷയങ്ങളും അല്ല, ഇതിനകത്ത് ഗൗരവത്തോടെ വിമർശനമല്ല. ഓർഗനൈസർ അങ്ങ് വായിക്കണം എന്ന് ഞാൻ എൻ്റെ അക്കാഡമിക് ആയി ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഓർഗനൈസർ വായിക്കും, ദേശാഭിമാനി വായിക്കും, ജന്മഭൂമി വായിക്കും, ഈ പറയുന്ന എല്ലാ പത്രങ്ങളും വായിക്കും, മാസികകൾ വായിക്കും. അതിന്റെ പണിയാണ്. കാരണം വെച്ചാൽ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ അറിയണം. ഓർഗനൈസർ ഞാൻ കാണുന്നത്, എന്നെ ഒന്ന് തിരുത്തിക്കോളൂ, ഓർഗനൈസർ ഞാൻ കാണുന്നത് RSSന്റെ നിലപാട് പറയുന്ന ഒരു പ്രസിദ്ധീകരണമായിട്ടാണ്. RSSന്റെ നിലപാടിന് വിരുദ്ധമായ ഒരു ലേഖനവും അതിനകത്ത് എഴുതാൻ പറ്റും. പറയട്ടെ, RSSന്റെ നിലപാടെന്ന് പറഞ്ഞാൽ രാജ്യ താല്പര്യമാണ്, രാഷ്ട്ര താല്പര്യമാണ്, രാജ്യ പുരോഗതിയാണ്. രാജ്യവിരുദ്ധമായ ഒരു കണ്ടന്റും താങ്കൾക്ക് ദേശാഭിമാനിയിൽ കാണുന്നത് പോലെ ഓർഗനൈസറിൽ കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ കാണുന്നത് പോലെ ഇതിൽ കാണാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അദ്ദേഹത്തിന് കുറെ സംശയങ്ങളുണ്ട്. അപ്പോൾ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കണ്ടന്റും താങ്കൾക്ക് ഓർഗനൈസറിൽ കാണാൻ കഴിയില്ല. ഓർഗനൈസർ രാജ്യ താല്പര്യത്തിന് അനുസരിച്ച് കൊണ്ട് തന്നെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. ടെററിസത്തിനെതിരാണ്, രാജ്യത്തെ പിടിമുറുക്കാൻ വരുന്ന തീവ്രവാദ ശക്തികൾക്കെതിരാണ്. അങ്ങനെയുള്ള തീവ്രവാദ ശക്തികളെ പോർട്രേ ചെയ്യുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ എതിർക്കും. അതാണ് ഇന്നും കണ്ട ലേഖനം. 2000 പേര് മരിച്ച, 2000 പേരെ കൊന്ന ഗോദ്ര വിഷയത്തില് ഗുജറാത്ത് കലാപത്തിൽ 2000 മനുഷ്യർ കൊന്നത് ഈ ഇന്ത്യയിലെ പൗരന്മാർ തന്നെയാണല്ലോ. അതിൽ ലേഖനം എഴുതിയോ? അല്ല, ലേഖനം എഴുതണ്ട. അതിനകത്ത് നിലപാട് പറയണം. നിങ്ങൾ അതിനകത്ത് നിലപാട് പറയണം. ഓർഗനൈസർ നിലപാട് പറഞ്ഞില്ലല്ലോ, നിശബ്ദമായിരുന്നു. എന്താ കാര്യം എന്ന് മാത്രമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഇടപെടുമ്പോഴേക്കും പ്രേക്ഷകർക്ക് ഒരു തുടർച്ച കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുത്തിയ മാറ്റങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അണിയറ പ്രവർത്തകർക്കാണ് എന്നുള്ളതെങ്കിലും നിങ്ങളൊക്കെ ഇനിയെങ്കിലും സമ്മതിക്കണം. കാരണം അണിയറ പ്രവർത്തകർ തന്നെ ആ സിനിമയുടെ എല്ലാമായ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ ആന്റണി പെരുമ്പാവൂർ വന്നിട്ട് പറയാണ്, നിങ്ങളിങ്ങനെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ്, ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ നമ്മൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും പ്രതിഷേധം നടന്നിട്ടില്ല. ഇന്ത്യ മുഴുവൻ CPIM-ഉം കോൺഗ്രസും ഒന്നും അല്ലല്ലോ ഭരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെ ശക്തി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും, അതായത് പാൻ ഇന്ത്യ റിലീസ് അല്ലെങ്കിൽ ലോകമെമ്പാടും റിലീസ് ചെയ്ത പടമാണ്. ആ റിലീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പിന്നെ അതിൻ്റെ ഈ മാറ്റങ്ങൾ വരുത്തിയതിനെ കുറിച്ചും പറഞ്ഞപ്പോഴാണ് ഇതിൽ ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ടീമിനെന്നുള്ളത് വ്യക്തമാണ്. കാരണം ആന്റണി പെരുമ്പാവൂർ വന്നിട്ട് ഞങ്ങളിത് സ്വമേധയാ എടുത്ത തീരുമാനമാണ്, ഞങ്ങൾ വരുത്തിയ മാറ്റമാണ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിന് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചത് ആന്റണി പെരുമ്പാവൂരിനും വേദനിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണിസാർ പറഞ്ഞ ആൾക്കൂട്ട ഭീതി സൃഷ്ടിക്കുന്ന അധികാര കേന്ദ്രമൊന്നും വേണ്ട ഉണ്ണിസാറെ, തിരുത്താൻ തോന്നുന്ന ഒരു മനസ്സ് അത് ആന്റണി പെരുമ്പാവൂരിനും ടീമിനും ഉണ്ടായി. അത്രമാത്രമാണ്. ആ റീ എഡിറ്റ് ചെയ്തിരിക്കുന്ന, പിന്നെ രണ്ടാമത്തെ കാര്യം, റീ എഡിറ്റ് ചെയ്ത സിനിമയില്ല എന്ന് അങ്ങ് പറഞ്ഞു. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. റീ എഡിറ്റ് ചെയ്ത സിനിമ ഉണ്ട്. റീ എഡിറ്റ് ചെയ്തത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ്. അതുകൂടി എന്നെ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അതായത് 2013 ഫെബ്രുവരിയിലാണ് 2013 റിലീസായ വിശ്വരൂപം എന്ന സിനിമ ഓർമ്മയുണ്ടാകുമല്ലോ. കമൽഹാസന്റെ സിനിമയാണ് വിശ്വരൂപം. ആ വിശ്വരൂപം എന്ന സിനിമ, അതേക്കുറിച്ച് 2013 ഫെബ്രുവരി 3 വന്ന ഒരു വാർത്ത ഞാനിപ്പോൾ അതിന്റെ ആർക്കൈവ്സിൽ പോയി എടുത്തതാണ്. താങ്കൾക്കും അവൈലബിൾ ആണ് പബ്ലിക് ഡൊമൈനിൽ. അല്ല, ഞാൻ കേരളത്തിലും ഈ സിനിമ അന്ന് കളിക്കുന്നതിനെ ചൊല്ലി വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അന്നുണ്ടായ പ്രതിഷേധം ആരാണ് ചെയ്തതെന്ന് കൂടി പറയാം. തമിഴ്നാട് സർക്കാർ ഇടപെട്ട് ഈ സിനിമയുടെ റിലീസ് ബാൻ ചെയ്തു. അതായത് റിലീസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ചർച്ചകൾ നടന്നത് എങ്ങനെയാണ്? ഇവിടെ അപ്പോൾ BJP-യും കേന്ദ്ര സർക്കാരും ഒന്നും RSS-ഉം ഒന്നും നേരിട്ട് ഇടപെടാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് നിങ്ങൾ ഈ മുന്നറിയിപ്പെന്നും ഭീഷണി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മുന്നറിയിപ്പും ഭീഷണിയും നടത്തിയത് അന്നത്തെ മുസ്ലിം ഓർഗനൈസേഷൻസ് ആണ്. 2013 അന്ന് തമിഴ്നാട് സർക്കാർ ഇടപെട്ട് സംഘടനകൾ ആവശ്യപ്പെട്ടത് 10-ലധികം സീനുകളുടെ ഓഡിയോ മ്യൂട്ട് ചെയ്യണം, അത് മുസ്ലിങ്ങൾക്കെതിരാണ്, ഓഡിയോ മ്യൂട്ട് ചെയ്യണം, ഫുൾ സീൻസ് എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ കമൽഹാസൻ അതിനെ എഗ്രി ചെയ്യാതിരുന്നത് കൊണ്ട് ചർച്ചകൾ വീണ്ടും നടക്കുന്നു. അത്രയും കാലം സിനിമ തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ജയലളിതയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. 13 മുസ്ലിം സംഘടനകളുമായി മുഖ്യമന്ത്രി നേരിട്ട്
വിളിച്ചിരുത്തി കമൽഹാസനെയും ടീമിനെയും ഒരു ഭാഗത്തിരുത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് 7 സീനുകളുടെ ഓഡിയോ പൂർണ്ണമായും മ്യൂട്ട് ചെയ്തത്. മുസ്ലിങ്ങളെ മോശമായി കാട്ടി, അതായിരുന്നു ആ സിനിമയ്ക്കെതിരായി വന്ന ആരോപണം. അപ്പോൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് റിലീസ് തടഞ്ഞ ഒരു സർക്കാർ നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുണ്ടായിരുന്നു. കേരളത്തിലടക്കം ഈ പ്രദർശനത്തിന് ബുദ്ധിമുട്ടുകളുണ്ടായി. മദ്രാസ് ഹൈക്കോടതി ഈ ബാൻ അല്ലെങ്കിൽ ഈ റിലീസ് ഹോൾഡ് ചെയ്തത് അപ്ഹെൽഡ് ചെയ്തു. എന്നിട്ട് പോലും സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കാത്ത സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഒരു ഹിന്ദു സംഘടനയും നടത്തിയില്ല. ഇതിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ RSSനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ മോശമായി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രതിഷേധമോ അങ്ങനെയുള്ള ഒരു പബ്ലിക് ഡിസ്പ്ലേയോ നമ്മൾ കാണുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ സംഘടനകൾ മുസ്ലിം സംഘടനകൾ പറഞ്ഞതിന് വഴങ്ങേണ്ടി വന്നു. സാക്ഷാൽ കമൽഹാസന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിശ്വരൂപം എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് സംഭവിച്ചത് എന്താണ് എന്നതുകൂടി ചർച്ച ചെയ്യപ്പെട്ടു പോകണം. അപ്പോൾ ഈ റീ എഡിറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു നറേഷൻ വേണ്ട. 2013 അത് സംഭവിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ഓർഗനൈസേഷൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് പൂർണ്ണമായും മുട്ടുമടക്കുകയാണെന്ന് കമൽഹാസൻ ചെയ്തത്. അല്ലാതെ ആ സിനിമ ഇറക്കാൻ പറ്റില്ലായിരുന്നു. ശരി, ഞാൻ 3 വസ്തുതാപരമായ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടങ്ങാം എന്നാണ് കരുതുന്നത്. ഒന്ന്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. രഘുനാഥ് മോഹൻലാലിന്റെ കേണൽ പദവി തിരിച്ചെടുക്കാൻ ഞാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ഖേദപ്രകടനവും പിന്നീട് 24 വെട്ടുകൾ എന്നുള്ള നിർദ്ദേശവും വരുന്നത് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. കോഴിക്കോട് നിന്ന് ഒരു പരാതി BJP പോയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ഒരു പരാതി പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇതിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ എന്ന ചോദ്യത്തിന് BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് C. രഘുനാഥ് നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ബൈറ്റിൽ പറയുന്ന വാചകം ഇതാണ്: കേണൽ പദവി റദ്ദാക്കാനായിട്ട് ആവശ്യപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇത് BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഇതാണ്. അപ്പോൾ സമ്മർദ്ദം ചെലുത്തിയില്ല എന്നുള്ള വാദം തെറ്റ്. 2, യുവമോർച്ച പ്രവർത്തകരായ ഗണേഷാണ് ഇതിൽ ISIS ബന്ധം ആരോപിക്കുന്നതും ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് പൃഥ്വിരാജിന് ആരൊക്കെ വിദേശ ബന്ധങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണമെന്നും പറയുന്നത്. ജോർദാനിൽ പോയി കോവിഡ് സമയത്ത് കുടുങ്ങിയിരിക്കുന്ന സമയത്ത് അതും യുവമോർച്ചയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. 3, RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ തുടർച്ചയായിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ ഇളക്കി മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ലേഖനം എഴുതിയത് ഇന്നലെയാണ്. ഇന്ന് 5ാമത്തെ ലേഖനവും വരുന്നു. സിനിമ തീവ്രവാദത്തെ ന്യായീകരിക്കുന്നു എന്നതാണ് ഓർഗനൈസറിന്റെ പക്ഷം. RSSന്റെ മൗത്ത് പീസായ ഓർഗനൈസർ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് 3ാമത്തെ ഫാക്ട്. 4ാമത്തേതാണ് ഇന്ന് BJP തള്ളി പറഞ്ഞിരിക്കുന്നെങ്കിലും കോടതിയിൽ പോയി പരാജയപ്പെട്ട് ലഭ്യനായി തീർന്ന ഒരു ഹർജി. അതിൻ്റെ പേരിൽ ഇപ്പോൾ സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 4ാമത്തെ പ്രധാനപ്പെട്ട ടേക്ക്. ഇനി ഈ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഒരു സംവിധാനമാകെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു പോകുന്ന നിലയിലാണ് സൈബർ ലിഞ്ചിങ് നമ്മൾ നടന്നിരിക്കുന്നത്. ആ സൈബർ ലിഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ എമ്പുരാൻ എന്ന സിനിമയിൽ 24 കെട്ട് വന്നിരിക്കുന്നത്. ആ സമ്മർദ്ദം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ വ്യക്തികൾ നേരിട്ട് നടത്തുന്ന സമ്മർദ്ദമല്ല. നേരത്തെ സുജയ ഫാസിസത്തെ നിർവചിച്ചത് ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും ഒരു പട്ടാളമോ. ആ ഫാസിസം അല്ല ഇന്ന് ഇന്ത്യയിൽ പതിപ്പ് എന്ന് പറയുന്നത്. അത് നവഫാസിസമാണ്. അതിൻ്റെ രൂപം എന്ന് പറയുന്നത് സമൂഹം സ്വയമേവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഓട്ടോമാറ്റിക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, സ്വയം പര്യാപ്തമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മൾ മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സമ്മർദ്ദം സൈബർ ലിഞ്ചിങ്ങായി വരുന്നത്, ആൾക്കൂട്ട സമ്മർദ്ദമായി വരുന്നത്, ഈ പറയുന്ന ബജ്റംഗിൻ്റെയും ഹനുമാൻ സേനയുടെയും ഒക്കെ സമ്മർദ്ദമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് സമ്മർദ്ദമില്ല എന്ന വാദം തെറ്റ്. 2, വിശ്വരൂപത്തിന് കേരളത്തിൻ്റെ റിലീസിങ്ങിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ തെക്കേ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് ആ സിനിമ റിലീസ് ചെയ്തു, വളരെ നന്നായിട്ട് കളിച്ച സിനിമ കേരളത്തിലാണെന്ന് മാത്രമല്ല കേരള പോലീസ് എല്ലാ തിയേറ്ററുകളിലും പ്രൊട്ടക്ഷൻ കൊടുത്താണ് വിശ്വരൂപം എന്ന സിനിമ പ്രദർശിപ്പിച്ചത്. ആ വാദവും തെറ്റ്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അല്ലല്ല താങ്കൾ ഇങ്ങനെ വാദം ഒന്ന് കേരളത്തിലെ സെൻസർ ബോർഡ് ഇതേവരെ വിശ്വരൂപത്തിന്റെ എഡിറ്റ് ആ അർത്ഥത്തിൽ നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നോ? കേരളത്തിലെ ഏത് സെൻസർ ബോർഡ്, ഏത് അംഗമാണത് സെൻസർ ബോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടത്, സെൻസറിങ് വേണമെന്ന് ആവശ്യപ്പെട്ടത്? തമിഴ്നാട്ടിൽ നടന്ന കാലത്ത് നിങ്ങൾ എങ്ങനെ കേരളത്തിൽ അട്രിബ്യൂട്ട് ചെയ്യുക? അന്ന് തമിഴ്നാട്ടിലെ ഏത് സർക്കാരാണ് ഭരിച്ചത്? BJPയുമായിട്ട് അവർക്ക് എന്താ ബന്ധം? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക്, അണ്ണാ DMK സർക്കാരാണോ DMK സർക്കാരാണോ പിൻവലിച്ചത്? സർക്കാരാണ് അല്ലേ? സഖ്യം എപ്പോഴാണ്? അപ്പൊ നോക്കൂ, അണ്ണാ DMK സർക്കാരല്ലേ അത് പിൻവലിച്ചത്? ജയലളിതയല്ലേ പിൻവലിച്ചത്? DMK ആണോ? അതെ, DMK അല്ലല്ലോ. എന്നാൽ ഞാൻ പറയാം, വിഘടൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാസികയുണ്ട് തമിഴ്നാട്ടിലെ. ആ വിഘടൻ എന്ന ഡിജിറ്റൽ മാസിക എന്തുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയം റദ്ദ് ചെയ്തത്? കേന്ദ്ര മന്ത്രാലയം അതിന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണത്? ഡിജിറ്റലിൽ അത് ബ്ലാക്ക് ഔട്ട് ചെയ്തത് ഒറ്റ കാര്യമുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു വിഘടൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഡിജിറ്റൽ മാഗസിൻ. തമിഴ്നാട് സ്റ്റാലിൻ
പ്രതിഷേധം അടിയന്തരാവസ്ഥ കാലത്തെ ആദ്യമൊക്കെ മിണ്ടാത്തത് ഇതേ ഇന്ദിരാഗാന്ധിയല്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് അല്ല, ഞാൻ ചോദിക്കട്ടെ, അടിയന്തരാവസ്ഥയെ പറയില്ല. അയ്യോ അയ്യോ, ഡോക്ടർ ആരോട് അങ്ങനെ പറഞ്ഞു കേറി പോവല്ലേ? അല്ല, ഞാൻ അങ്ങനെ അത് അടിയന്തരാവസ്ഥ ആരാണ് പിണറായി വിജയനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യണം. അല്ല, DMK യെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യണം. ഇത് രണ്ടുമല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പിന്നെ പോയിന്റ് 10 ഇങ്ങനെ വണ്ടൂത്തി പറഞ്ഞിട്ട് കാര്യമില്ല. മറുപടിയുണ്ട്. ആന്റണി പെരുമ്പാവൂരിന് ഇല്ലാത്ത പ്രശ്നം ഡോക്ടർ അരുണിന് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ആന്റണി പെരുമ്പാവൂരിന് ഇല്ലാത്ത വിഷമം ഡോക്ടർ അരുൺ കാണിക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ എന്റെ ഊഴത്തിൽ ഞാനിപ്പോ വഴങ്ങുന്നില്ല. താങ്കൾ വഴങ്ങുമ്പോൾ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ വഴങ്ങുമ്പോൾ താങ്കൾക്ക് സംസാരിക്കാം. എന്റെ ഊഴത്തിൽ താങ്കൾ ഇടപെടും. താങ്കൾക്ക് അങ്ങനെ വഴങ്ങി നിൽക്കാൻ ഞാൻ അല്ലല്ല, എന്റെ ഊഴം എന്റെ അവകാശമാണ്. എന്റെ ഊഴത്തിൽ ഫാസിസമൊക്കെ കൈവച്ചാൽ മതി. അത് ഇങ്ങോട്ട് കേൾക്കൂ. ഇനി 4ാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ ക്രിസ്ത്യൻ സമുദായം. നേരത്തെ പറഞ്ഞല്ലോ എന്താ 2008 സംഭവിച്ചത്? കാണ്ടമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളും പുരോഹിതരുമാണ് കൊല്ലപ്പെട്ടത്? 39 പേരാ. എത്ര പള്ളികളാണ് തകർത്തത്? 395 പള്ളികളാണ് തകർത്തത്. മണിപ്പൂര് 395, 395. മണിപ്പൂർ തീർന്നില്ല. എത്ര പേരാ ഭവനരഹിതരായത്? 60,000 ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിന്നാണ് മനുഷ്യർ ആട്ടിപ്പായിക്കപ്പെട്ടത്. കാണ്ടമാൽ എന്നുള്ളത്. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ ഓർത്തഡോക്സ് ഭദ്രസനാധിപൻ മിലിത്യോസ് തിരുമേനി ഇന്നലെ എഴുതിയത്, നിങ്ങൾ കാണ്ടമാലിൽ മണിപ്പൂരിൽ ദാ ഇപ്പോൾ ഒരു സിനിമയെ കൂടെ കൊന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അവിടെയാണ്. അത് ക്രിസ്ത്യൻ സമുദായത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഒരു പിന്തുണ കിട്ടാതെ പോയത് BJPക്ക്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ കിട്ടിയെങ്കിലും അതിൻ്റെ രാഷ്ട്രീയം വേറെ. ഇനി ഈ വിഷയത്തിലേക്ക് എത്തിയാൽ ഇതാണ് 4 പ്രധാനപ്പെട്ട ഫാക്ടറുകൾ. ഒന്ന്, ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ. അത് തൃശ്ശൂരിലെ ഓർത്തഡോക്സ് നേതാക്കളും ശ്രീധരൻപിള്ള ഇന്ന് രാവിലെ നമുക്ക് പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആണെങ്കിൽ ശരി. 2, വിഘടൻ എന്ന് പറയുന്ന മാസിക സെൻസർ ചെയ്തതാണെങ്കിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം. 3, വിശ്വരൂപം കേരളത്തിൽ പ്രദർശിപ്പിച്ചതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കേരള പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്താണ് സിനിമ പ്രദർശിപ്പിച്ചത് എന്നുള്ളത്. അന്ന് ഈ സിനിമകളൊക്കെ നമ്മളെല്ലാവരും പോയി കണ്ടതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അന്നും പിന്തുണച്ചവരാണ് നമ്മളെല്ലാവരും എന്നുള്ളതാണ്. എന്തിന് കേരള സ്റ്റോറി എന്ന കേരളത്തിനെതിരായിട്ടുള്ളൊരു സിനിമ പോലും കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. കേരള സർക്കാർ പോലീസോ പോയിട്ട് ആ സിനിമ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. 4ാമത്തെ പ്രധാനപ്പെട്ട ഘടകം, കേരളത്തിലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും യുവമോർച്ചയുടെ ഭാരവാഹികളും ഈ വിഷയത്തിനെതിരെ ശക്തമായി പ്രത്യക്ഷ സമ്മർദ്ദം നടത്തി എന്നുള്ള 4ാമത്തെ പോയിന്റ്. ഇതാണ് സുജിയോടുള്ള എന്റെ വിയോജിപ്പുകൾ. ഒരു കാര്യം അതായത് പിന്നെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ പിന്നെ സർക്കാരിന്റെ ടൂൾ ഉപയോഗിച്ച ആളുകളെ വരട്ടാതെ തന്നെ ഒരു സംഘഭീതി ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. ടൂൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നരേന്ദ്രമോദി സർക്കാർ ഗംഭീരമായിട്ടൊരു ടൂൾ ഉപയോഗിച്ചു. എപ്പോഴാണെന്നറിയാമോ? BBC ഒരു ഡോക്യുമെന്ററി ഇന്ത്യാസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യത്തിൽ അതേപോലെ മോദിയെ കുറിച്ച് അഹമ്മദാബാദിലെ റൈറ്റിന്റെ BBCക്ക് എന്തിനാ വളരെ പെട്ടെന്ന് ഒരു ഹിഡി റെയ്ഡ് വന്നേ? മുംബൈയില് ഡൽഹിയില് അവർ ഓപ്പറേഷൻസ് നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ത്യാസ് ഡോട്ട് എന്ന് പറയുന്ന ഒരു നിർഭയ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിർത്തിവെക്കേണ്ടി വന്നില്ല. അത് BJPയുടെ കാലത്ത് പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ വന്നാൽ, ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. 1, സംഘപരിവാറിനെ തുറന്നു കാട്ടി ഈ സിനിമ ഈ 24 കട്ടോടുകൂടി പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ്. കാരണം 2002 ഈ ഗോദ്ര കലാപവും പിന്നീട് അഹമ്മദാബാദ് റയോട്ടും നരോദ പാർട്ടിയും നടക്കുമ്പോൾ അന്ന് ജനിച്ച കുഞ്ഞിന് ഇപ്പോൾ പ്രായം 23 വയസ്സാണ്. അതായത് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. 2K കിഡ്സ് എന്നറിയപ്പെടുന്ന 17ഉം 18ഉം വയസ്സുള്ള അടുത്ത വോട്ടർമാരായിട്ട് വരുന്ന ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, ഇവർക്ക് ഗോദ്രയും ഈ പറയുന്ന അഹമ്മദാബാദ് റയോട്ടും ഒക്കെ പാഠപുസ്തകങ്ങളിൽ മാസ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയാണ്. അഥവാ പൂർണ്ണമായിട്ടും പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയാണ്. ആ പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയിൽ ബാബു ബജറംഗി എന്ന പേരുവിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും കേട്ടിട്ടില്ലെന്ന് എനിക്കുറപ്പാണ്. നരോദ പാർട്ടി എന്ന കേസും കേട്ടിട്ടില്ല. കൗസർ ബാനു എന്ന് പറയുന്ന പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ എങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടില്ല. മായ കൊട്നാനി എന്ന് പറയുന്ന BJPയുടെ ഒരു ഗൈനോക്കോളജിസ്റ്റായ മന്ത്രിയെ എങ്ങനെയാണ് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടത് എന്നത് കേട്ടിട്ടില്ല. അയാൾ എങ്ങനെയാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ വയറ് കീറി ഭ്രൂണം പുറത്തെടുത്താണ് ഞാൻ കൊന്നത് എന്ന് ആശിഷ് ഖേത്തൻ എന്ന ജേർണലിസ്റ്റിന് നൽകിയ ഇന്റർവ്യൂയെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2K, പ്രത്യേകിച്ച് കേരളത്തിലെ 2K കിഡ്സ് നരോദ പാർട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു, ബാബു ബജറംഗിയെ കുറിച്ച് അന്വേഷിക്കുന്നു, BJPയുടെ മായ കൊട്നാനിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അവരുടെ സെർച്ചിൽ
വരും. അവരുടെ സെർച്ചിലെത്തുന്നു ഗോദ്ര, അവരുടെ സെർച്ചിലെത്തുന്നു നരോദ പാട്യ. ആ നരോദ പാട്ടിൽ ഹരൺ പാണ്ഡ്യ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രി ഉണ്ട് കേട്ടോ. ഗുജറാത്തിലെ ഹോം മിനിസ്റ്റർ ആണ് കേട്ടോ. സുനിത വില്യംസിന്റെ കസിനാണ് കേട്ടോ. ആ ഹരൺ പാണ്ഡ്യ കൃഷ്ണയ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുണ്ട് കേട്ടോ. ആ മൊഴിയിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റിൽ യഥാർത്ഥത്തിൽ 2K കിഡ്സ് തെരഞ്ഞു പോകുമ്പോൾ അങ്ങേയറ്റത്ത് ചെന്ന് നിൽക്കുന്ന രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് ജസ്റ്റിസ് വി എ കൃഷ്ണയുടെ മൊഴിയിൽ ഈ പറയുന്ന റിപ്പോർട്ടിലുണ്ട് കേട്ടോ. അതൊക്കെ പുതിയ 2K കിഡ്സ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹരൺ പാണ്ഡ്യ കൊല്ലപ്പെട്ടു കേട്ടോ. ഇനി ഹരൺ പാണ്ഡ്യ കൊല്ലപ്പെട്ടത് മാത്രമല്ല, അതെങ്ങനെ കൊല്ലപ്പെട്ടു എന്നതും കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ശവശരീരത്തിൽ റീത്ത് വയ്ക്കാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ലെന്ന് ഹരൺ പാണ്ഡ്യയുടെ അച്ഛൻ പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയ തലമുറ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സിനിമ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, ചരിത്രത്തെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ ടി ആർജവ് എന്താണ് ഡോക്ടർ അരുൺ ഹെയിൽ ചെയ്യുന്ന പൃഥ്വിരാജിന്റെ ടീമിനും ഇല്ലാത്തത്? താങ്കളൊന്നും വളക്കണ്ട. പൃഥ്വിരാജ് നല്ല പൃഥ്വിരാജിനെ അല്ല ഭയക്കുന്നത്, പൃഥ്വിരാജിന്റെ ഭാര്യയെ പോലും ഭയക്കുന്നു. പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ ഭയക്കുന്നു ഇവിടുത്തെ BJP നേതൃത്വം. അതുകൊണ്ട് നോക്കൂ, ഈ ഇരിക്കുന്ന സുജിയെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഈ ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം. എന്താ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞറിയോ? മല്ലിക സുമാരൻ ആദ്യം പോയി വീട്ടിലിരിക്കുന്ന മരുമകളെ അമ്മായിയമ്മ നിലയ്ക്ക് നിർത്തണമെന്ന്. കേരളത്തിലെ 2K കിഡ്സാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ബി ഗോപാലകൃഷ്ണന്റെ സംഘപരിവാർ ബോധം പിൻപറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എക്സ്പോസ് ചെയ്തിരിക്കുന്നു സംഘപരിവാറിനെ. എങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്? അമ്മായിയമ്മമാർ വീട്ടിൽ നിലയ്ക്ക് നിർത്തേണ്ട പെണ്ണുങ്ങളാണ് കേരളത്തിലെ ബഹളം വയ്ക്കല്ലേ. പറഞ്ഞു തുറന്ന് കാട്ടപ്പെടുമ്പോ പൊള്ളും സുജയ. വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ അമ്മായിയമ്മമാർ നിലയ്ക്ക് നിർത്തേണ്ട പീസുകളാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ബി ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ. വീട്ടിൽ അമ്മായിയമ്മമാർ മരുമക്കളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡ് എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഹരൺ പാണ്ഡ്യ എക്സ്പോസ് ചെയ്യപ്പെട്ടു, ബാബു ബജ്രംഗി എക്സ്പോസ് ചെയ്യപ്പെട്ടു, മായ കൊട്നാനി എക്സ്പോസ് ചെയ്യപ്പെട്ടു, ബിൽക്കിസ് ബാനു എക്സ്പോസ് ചെയ്യപ്പെട്ടു, ബിൽക്കിസ് ബാനുവിന്റെ കൊലപാതകി രാഹുൽജി എക്സ്പോസ് ചെയ്യപ്പെട്ടു. ആ രാഹുൽജിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ സ്വീകരണം എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഈ അഹമ്മദാബാദിലെ 2000-ഓളം വരുന്ന കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് കേരളത്തിലെ കുട്ടികൾ മനസ്സിലാക്കി. വംശഹത്യയായിരുന്നു അത്, ജീനോസൈഡ് ആയിരുന്നു അത്, ഇറ്റ്സ് നോട്ട് എ മിയർ റയട്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. ആ സിനിമയുടെ ത്രെഡ് അതാ. നിങ്ങൾക്ക് 24 കട്ടിൽ നോക്കൂ, 7 കട്ടുകൾ ബാബു ബജ്രംഗിയുടെ പേരെടുത്തു മാറ്റിയതാ. ചരിത്രത്തിൽ നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗോഡ്സെ എടുത്തു മാറ്റാം, ഗാന്ധിവധം ഒഴിവാക്കാം. പക്ഷേ പുതിയ കുട്ടി അത് സിനിമകളിലൂടെ പഠിക്കും, കവിതകളിലൂടെ പഠിക്കും, ചരിത്രത്തിലൂടെ അവരെ പഠിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കും. ലജ്ജയില്ലേ എന്ന് ചോദിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥികൾ പലരും പങ്കുവെച്ചൊരു കവിതയുണ്ട്, സച്ചിദാനന്ദൻ മാഷിന്റെ കവിതയാ. ആ കവിതയുടെ ഒരു ഭാഗം ഇങ്ങനെയാ, ഇത്രയേ ഉള്ളൂ. ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ചിതയിലേക്ക് പെറ്റിട്ടുണ്ടാവില്ല, ഒരു നിലവിളിയും ഉയരും മുൻപേ ചാരമായിട്ടുണ്ടാവില്ല. ഇന്ത്യയിലെ അമ്മമാരെ നിങ്ങളിനി പ്രസവിക്കുകയും വേണ്ട എന്നുള്ളതാണ് സച്ചിദാനന്ദ മാഷിന്റെ കവിത. എത്ര ഹൃദയത്തിൽ തട്ടുന്നതാണ്, ഇതാരെക്കുറിച്ചുള്ളതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിയിരിക്കുന്നു. 24 വെട്ടേറ്റ എമ്പുരാൻ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള എമ്പുരാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ആ സിനിമ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താണെന്ന് കേരളക്കരയാകെ മനസ്സിലാക്കിയിരിക്കുന്നു. എക്സ്പോസ് ചെയ്യപ്പെട്ട് ജീർണിച്ച മുഖവുമായിട്ടാണ്, വികൃതമാക്കപ്പെട്ട മുഖവുമായിട്ടാണ് സംഘപരിവാർ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ദേ വർ എക്സ്പോസ്ഡ് thoroughly. ഒരിടവേള. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ഈ സിനിമ ഒരു മുന്നറിയിപ്പാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ സിനിമയിലെ എഡിറ്റുകൾ ഒരു മുന്നറിയിപ്പായിരുന്നു എന്നാണ് ചോദ്യം. 3 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാളുടെ അഭിപ്രായം